അഴിമതി, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി ന്യൂയോർക്ക് ഫെഡറൽ കോടതി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റ് ഉന്നതർക്കുമെതിരെ കേസെടുക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വലിയൊരു കുരുക്കായി മാറുകയാണ്. ഗൗതം അദാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കി. കേസും അറസ്റ്റ് വാറന്റും അദാനിക്കെതിരെയാണെങ്കിലും അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തുവെന്ന ആരോപണ മുൾമുനയിലുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. മോദി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അദാനി ഗ്രൂപ്പ് കരാറുകൾ സ്വന്തമാക്കിയെന്നാണ് US-ലെ കുറ്റപത്രത്തിലുള്ളത്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നേരിട്ടിടപെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനധികൃതമായി വിവിധ കരാറുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചുവെന്ന് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിക്കും മറ്റൊരു കമ്പനിക്കും 12 ഗിഗാവാട്ടിന്റെ സൗരോർജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് $25 കോടി, അതായത് ഏകദേശം 2100 കോടി രൂപ കൈക്കൂലി കൊടുത്തെന്നും ഈ പദ്ധതി വഴി 2 ദശാബ്ദം കൊണ്ട് $200 കോടി, അതായത് ഏകദേശം 16,000 കോടി രൂപ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുമാണ് മുഖ്യ ആരോപണം. മാത്രമല്ല, കൈക്കൂലി നൽകിയതും കരാർ അനധികൃതമായി നേടിയതും മറച്ചുവെച്ച് കള്ളം പറഞ്ഞും US നിക്ഷേപകരിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും $300 കോടി, അതായത് ഏകദേശം 25,000 കോടി രൂപ സമാഹരിച്ചെന്നും ആരോപണമുണ്ട്. ഗൗതം അദാനി അനന്തരവൻ അദാനി ഗ്രീൻ ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനി, കമ്പനിയുടെ DEO വിനീഷ് ജെയിൻ, US കമ്പനിയായ അച്ചൂർ പവർ ഗ്ലോബലിൽ മുൻ എക്സിക്യൂട്ടീവുമായ രഞ്ജിത്ത് ഗുപ്ത, രൂപേഷ് അഗർവാൾ, കനേഡിയൻ നിക്ഷേപകരായ സിറിൽ കബേഴ്സ്, സൗരജ് അഗർവാൾ, ദീപ് മൽഹോത്ര എന്നിവർക്കെതിരെയാണ് കേസ്. കൈക്കൂലി കൊടുത്തെന്ന ആരോപണമുള്ളത് ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഗൗതം അദാനിയും ഗ്രൂപ്പിലെ ഉന്നതരും അതുവഴി ലക്ഷ്യമിട്ടത് US-ലെ ഊർജ പദ്ധതിയും അത് ചൂണ്ടിക്കാട്ടി US-ൽ നിക്ഷേപകരിൽ നിന്നും മൂലധന സമാഹരണവുമാണ്. ഇത് സംബന്ധിച്ച ഇടപാടുകൾ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് പരിധിയിലാണ് നടന്നതെന്നതിനാലാണ് US കേസ് എടുത്തത്. വ്യാജരേഖകൾ ചമച്ചാണ് US-ൽ കടപ്പത്രങ്ങൾ ഇറക്കി മൂലധന സമാഹരണം നടത്തിയതെന്നും കുറ്റപത്രത്തിലുണ്ട്. കുറ്റാരോപിതരിൽ ക്യാമ്പേഴ്സ് ഒഴികെയുള്ളവരെല്ലാം ഇന്ത്യയിലാണുള്ളത്. ക്യാമ്പേഴ്സ് ഓസ്ട്രേലിയൻ ഫ്രഞ്ച് സ്വദേശിയാണ്. US നിക്ഷേപകരെ കബളിപ്പിച്ച് $17.5 കോടി സമാഹരിച്ചുവെന്ന് കാട്ടി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സിവിൽ കേസും അദാനിക്കെതിരെ സമർപ്പിച്ചിട്ടുണ്ട്. 2023 ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി US ഷോർട്ട് സെല്ലർമാരും നിക്ഷേപക ഗവേഷക സ്ഥാപനവുമായ ഹിൻഡൻബർഗും റിസർച്ച് രംഗത്തെത്തിയത്. വിദേശത്തെ കടലാസ് കമ്പനി വഴി അദാനി ഗ്രൂപ്പ് സ്വന്തം ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുക്കിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ച ശേഷം അവ ഈടുവെച്ച് അനധികൃത നേട്ടമുണ്ടാക്കിയെന്നുമാണ് ഹിൻഡൻബർഗ് പ്രധാനമായും ആരോപിച്ചത്. ഹിൻഡൻബർഗ് ആഞ്ഞടിച്ചതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യത്തിൽ നിന്ന് 15,000 കോടി ആണ് ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുകിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ച ശേഷം അവ ഈടുവെച്ച് അനധികൃത നേട്ടമുണ്ടാക്കിയെന്നുമാണ് ഹാൻബർഗ് പ്രധാനമായും ആരോപിച്ചത്. ഹിൻഡൻബർഗിന്റെ ആഞ്ഞടിച്ചതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യത്തിൽ നിന്ന് 15,000 കോടി ആണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അദാനിക്കും സെബി മേധാവി മാധവിപൂരി ബച്ചുവിനുമെതിരെ ഹിൻഡൻബർഗ് വീണ്ടും ആരോപണം ഉന്നയിച്ചു. അദാനിയുടെ വിദേശത്തെ കടലാസ് കമ്പനികളിൽ മാധവിക്കും കുടുംബത്തിനും നിക്ഷേപ പങ്കാളിത്തമുണ്ടെന്നായിരുന്നു ആരോപണം. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇല്ലാതിരുന്നത് ഒരു പരിധിവരെ ആരോപണങ്ങളുടെ ആക്കം കുറച്ചു. എന്നാൽ നിലവിൽ US എടുത്ത കേസ് കൂടുതൽ കുരുക്കാവുകയാണ്. അദാനിക്കെതിരെ ചിത്രം, മൊബൈൽ ഫോൺ രേഖകൾ, എക്സൽ, പവർ പോയിന്റ് ഫയലുകൾ തുടങ്ങിയ വ്യക്തമായ തെളിവുകളുണ്ടെന്നും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇല്ലാതിരുന്നത് ഒരു പരിധിവരെ ആരോപണങ്ങളുടെ മുന ഒടിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ US എടുത്ത കേസ് കൂടുതൽ കുരുക്കാവുന്നുണ്ട്.